മോഹിനിയാട്ടം എന്ന സൈജു ചിത്രം കേവലം ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ എന്നതിലുപരി ഒട്ടേറെ പോപ്പ് കൾച്ചർ റഫറൻസുകളും സാമൂഹിക വിമർശനങ്ങളും ഉൾക്കൊള്ളിച്ച ഒരു പോസ്റ്റ് മോഡേൺ സിനിമയാണ്. സിനിമയുടെ സീനുകളിലും സംഭാഷണങ്ങളിലും കഥാപാത്ര സൃഷ്ടിയിലും സംവിധായകൻ കൃഷ്ണദാസ് മുരളി അതീവ സൂക്ഷ്മതയോടെയാണ് ഈ ഡീറ്റെയിലുകൾ ഉൾച്ചേർത്തിരിക്കുന്നത്. വളരെ ലേറ്റായാണ് കഥ പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ റിലാക്സ് ആയിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്ന സിനിമയാണ് മോഹിനിയാട്ടം. എന്നാൽ സിനിമയിൽ നിരവധി റഫറൻസുകളും ഹിഡൻ ഡീറ്റെയിലുകളും വരുന്നുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയാണ് സിനിമ കാണുന്നതെങ്കിൽ കൂടുതൽ ആസ്വദിക്കാനാകും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മോഹിനിയാട്ടം എന്ന സിനിമയെക്കുറിച്ചാണ്. വെൽക്കം ടു സിനിമാസഫി. മിഥുൻ മാനുവൽ തോമസ് ആണ് തങ്ങളുടെ പ്രചോദനം എന്ന് പറഞ്ഞാണ് സിനിമ തുടങ്ങുന്നത്. മിഥുൻ മാനുവൽ തോമസ് ആദ്യമായി സംവിധാനം ചെയ്ത ആടിന്റെ ഒന്നാം പാർട്ട് പോലെ തന്നെയായിരുന്നു മോഹിനിയാട്ടത്തിന്റെ ഒന്നാം ഭാഗമായ ഭരതനാട്യത്തിന്റെ അവസ്ഥ. തിയേറ്ററിൽ ആ സിനിമയെ ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ OTT വന്നപ്പോൾ എല്ലാവർക്കും മികച്ച സിനിമയാണെന്നുള്ള അഭിപ്രായമായിരുന്നു. ആടും അങ്ങനെയായിരുന്നല്ലോ. രണ്ടാം ഭാഗം തിയേറ്ററിൽ തന്നെ വിജയിക്കും എന്നുള്ള കൃഷ്ണദാസ് മുരളിയുടെ കോൺഫിഡൻസ് ആയും ഈ നന്ദി പറച്ചിലിനെ നമുക്ക് കാണാവുന്നതാണ്. സിനിമ തിയേറ്ററിൽ വിജയിക്കുകയും ചെയ്തു. ദൃശ്യം സിനിമയുടെ ഒരു പാരഡിയായി മോഹിനിയാട്ടത്തെ കാണാവുന്നതാണ്. ഒരു കൊലപാതകം മറച്ചുവെക്കാൻ ഒരു സാധാരണ കുടുംബം നടത്തുന്ന ശ്രമങ്ങളാണ് രണ്ടിന്റെയും കഥാപശ്ചാത്തലം. ഒന്ന് ത്രില്ലറായി അവതരിപ്പിച്ചപ്പോൾ ഒന്ന് ഡാർക്ക് കോമഡിയായും അവതരിപ്പിച്ചു. ദൃശ്യത്തെ പലപ്പോഴും റെഫർ ചെയ്താണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. വക്കീലിനെ വിളിച്ച് ദൃശ്യം 4ന്റെ കഥ എന്ന രീതിയിൽ പറയുന്നത് മോഹിനിയാട്ടത്തിന്റെ മെയിൻ പ്ലോട്ടാണ്. അവസാനത്തിൽ വിനയ് ഫോർട്ടിന്റെ പോലീസ് അവരെ ചോദ്യം ചെയ്യുമ്പോൾ ജഗദീഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഫിറ്റ്സ് വന്ന പോലെ അഭിനയിക്കട്ടെ എന്ന്. അതും ദൃശ്യത്തിന്റെ റെഫറൻസ് ആണ്. കൂടാതെ അവസാനത്തിൽ സൈജു കുറുപ്പ് തറ സിമന്റ് ഇടുന്ന രംഗവും കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ ദൃശ്യത്തിന്റെ ഒരു പാരഡിയായാണ് മോഹിനിയാട്ടത്തെ എഴുത്തുകാർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സുരാജിന്റെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടി ആദ്യം വിളിക്കുന്ന ആപ്പെ ഓട്ടോയുടെ പേര് ബൊമ്പാട്ട് ഹുടുഗി എന്നാണ്. ഒരു കന്നഡ പ്രയോഗമാണത്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ ഈ പ്രയോഗം കൊണ്ട് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അസാധാരണ പെൺകുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. ആ ഓട്ടോ ഓടിക്കുന്ന പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്ന പേരാണത്. അധികം സ്ത്രീകളും ചെയ്യാൻ മടിക്കുന്ന ഒരു ജോലിയാണത്. പക്ഷേ ഒരു മടിയുമില്ലാതെ അവൾ ചെയ്യുന്നു. മാത്രമല്ല യൂണിയന്റെ പണിമുടക്കുള്ള ദിവസമാണ് അവൾ ഓട്ടത്തിൽ വരുന്നത്. ആരെയും കൂസാത്ത ക്യാരക്ടറാണ് അവളെന്ന് അതിൽ നിന്ന് തന്നെ ഉറപ്പാണ്. മറ്റൊരു കാര്യം, ബേബി ജീനിന്റെ സുഭാഷ് ഗ്രഹപൂജയുടെ കാര്യം സൈജു കുറുപ്പിനോട് പറയുന്നതാണ്. ആദ്യ ഭാഗത്തിൽ സീനിയർ സുഭാഷ് ആണ് സൈജു കുറുപ്പിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യമറിയാൻ ഗ്രഹപൂജ നടത്തണമെന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ രണ്ടാം ഭാഗത്തിൽ റെഫറൻസ് ആയി ഉപയോഗിച്ചിട്ടുണ്ട്. സിനിമയുടെ പല സീനിലും അച്ചപ്പത്തിന്റെയും മുറുക്കിന്റെയും കാര്യം പറയുന്നുണ്ട്. സുരാജിന്റെ ഗോവിന്ദരാജ കൊല്ലപ്പെട്ടതറിയാതെ വീട്ടിലെത്തുന്ന സൈജു കുറുപ്പിന്റെ കഥാപാത്രം പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് അച്ചപ്പവും മുറുക്കും കൊണ്ട് ഗോവിന്ദരാജയെ കാണാൻ പോകാമെന്ന്. പിന്നീട് കലാരഞ്ജിനിയുടെ കഥാപാത്രം സൈജു ഗ്രൂപ്പിനോട് ചോദിക്കുന്നുണ്ട്, അച്ചപ്പവും മുറുക്കും കൊണ്ട് പോലീസിനെ പോയി കണ്ടാലോ എന്ന്. ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് അവർ വെറുതെ പറയുന്നതാണെന്ന് തോന്നും. എന്നാൽ ശരിക്കും ആ വീട്ടിൽ പലഹാരമായുള്ളത് അച്ചപ്പവും മുറുക്കും മാത്രമാണ്. സീനിയർ സുഭാഷ് വരുമ്പോഴും പിന്നീട് അമ്പല കമ്മിറ്റിക്കാർ വരുമ്പോഴും അവർക്ക് കൊടുക്കുന്നത് അച്ചപ്പവും മുറുക്കുമാണ്. അത് എഴുത്തിലെ സൂപ്പർ ഡീറ്റെയിലിംഗ് ആയി തോന്നി. ബേബി ജീനിന്റെ കഥാപാത്രം സുരാജ് മിസ്സിംഗ് ആണെന്ന് പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ ചുമരിൽ ഭരതനാട്യത്തിന്റെ പോസ്റ്റർ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. എന്നാൽ അതിൽ തിയേറ്റർ പേര് കൊടുത്തത് ശ്രീകണ്ഠപുരം OTT എന്നാണ്. ഭരതനാട്യം OTT ഹിറ്റായത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ആ പോസ്റ്ററിൽ തന്നെ സുരാജിന്റെ അടയാളങ്ങൾ കൊടുത്തിടത്ത് വർമ്മ മധ്യവയസ്കൻ എന്നും കൊടുത്തിട്ടുണ്ട്. ജാതിക്കെതിരെയുള്ള ഒരു ആക്ഷേപഹാസ്യമാണത്. ബേബിയും രഘുനന്ദനും കൂടെ അമ്പല കമ്മിറ്റി ഓഫീസിൽ പൈസ തിരയുമ്പോൾ ഒരു സംഭാവനപ്പെട്ടി കാണിക്കുന്നുണ്ട്. ദേവിക്കായി എന്തെങ്കിലും എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. കമ്മിറ്റി പണ്ടേ ഉടായ്പാണെന്ന് കാണിക്കുന്ന സീനായിരുന്നു അത്. സുരാജിന്റെ കഥാപാത്രത്തെ പീസാക്കിയ ശേഷം കൊണ്ടുപോകുന്നത് അമ്പലത്തിന്റെ പേരിലുള്ള തുണിസഞ്ചികളിലാണ്. അവരുടെ വീട്ടിന്റെ ചുമരിൽ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നൊരു ഫ്രെയിം കാണിക്കുന്നുണ്ട്. എന്നാൽ സുരാജ് കൊല്ലപ്പെട്ട ശേഷം ആ ബോർഡ് മാറ്റിയിട്ട് മോഹിനീശ്വരി ദേവിയുടെ ചിത്രം വെക്കുന്നുണ്ട്. വളരെ ബ്രില്യന്റ് ആയൊരു സറ്റയർ ആയിരുന്നു അത്. അതിനുശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ആര്യങ്കാവ് ക്ഷേത്രത്തിന്റെ റെഫറൻസ് ഉണ്ട്. തുണിസഞ്ചിയെല്ലാം അതിൽ പെടുന്നതാണ്. മാത്രമല്ല അവർ ഉപയോഗിക്കുന്ന വണ്ടികളിലും ദേവിയുടെ സ്റ്റിക്കർ ഉണ്ട്. സുരാജിന്റെ വണ്ടിയിലും അവരുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ സ്കൂട്ടറിലുമെല്ലാം ദേവിയുടെ സ്റ്റിക്കർ നമുക്ക് കാണാനാകും. ഇല്ലാത്ത ദൈവമാണ് മോഹിനീശ്വരി ദേവി എന്ന് പ്രത്യേകം ഓർക്കണം. രസകരമായ മറ്റൊരു ഡീറ്റെയിൽ അവരുടെ വീട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പാണ്. തുടക്കത്തിൽ അതിൽ കേരള സ്റ്റോറി 3യുടെ റിവ്യൂ നന്ദു പൊതുവാളിന്റെ കഥാപാത്രം ഷെയർ ചെയ്യുന്നുണ്ട്. അശ്വന്ത് കോക്കിന്റെ റിവ്യൂ ശൈലിയാണ് അതിൽ കാണിക്കുന്നത്. മുഖത്ത് ചാണകം തേച്ച ഒരാളുടെ ഫോട്ടോയാണ് തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളത്. ഉപദ്രവ റോക്കറ്റ് പടം എന്നാണ് ടൈറ്റിൽ. ഈ ഗ്രൂപ്പിൽ പിന്നീട് 2 സുഭാഷ്മാരെയും ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ബേബി ജീനിന്റെ സുഭാഷിന്റെ പേര് സേവ് ചെയ്തിട്ടുള്ളത് സുഭാഷ് കുമ്പിടി എന്നാണ്. സിനിമയുടെ തുടക്കത്തിൽ ബോഡി കളയാൻ ഇവർ സ്ഥലം അന്വേഷിക്കുമ്പോൾ ബേബി ജീൻ എല്ലായിടത്തും ഉള്ളതായി കാണിക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ അളിയൻ കഥാപാത്രം അവനെ കുമ്പിടി എന്ന് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് പിന്നീട് പേര് സേവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. മറ്റേ സുഭാഷിന്റെ പേര് സേവ് ചെയ്യുന്നത് സുഭാഷ് വള്ളി എന്നാണ്. അത് ഒന്നാം പാർട്ടിൽ
പുള്ളി വള്ളി ആയതുകൊണ്ടാണ് അങ്ങനെ സേവ് ചെയ്യുന്നത്. ടാസ്ക് ലിസ്റ്റിൽ അവരുടെ പേര് സീനിയർ സുഭാഷ് എന്നും ജൂനിയർ സുഭാഷ് എന്നുമാണ് കൊടുക്കുന്നത്. ചിരിപ്പിച്ച മറ്റൊരു ഡീറ്റെയിൽ ബേബി ജീൻ ഗ്രൂപ്പിൽ അയക്കുന്ന ഒരു മെസ്സേജാണ്. പോലീസുമായി വരുമ്പോൾ ഐ ആം കമ്മിങ് എന്ന മെസ്സേജിനൊപ്പം ലൈവ് ലൊക്കേഷനും അവൻ അയക്കുന്നുണ്ട്. ഐ ആം കമ്മിങ് എന്ന് എഴുതിയതിനു ശേഷം പോലീസുകാരന്റെയും പോലീസ് വണ്ടിയുടെയും ഇമോജിയാണ് കൊടുത്തിട്ടുള്ളത്. ആ ക്യാരക്ടറിന്റെ സ്വഭാവം ഉറപ്പിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. പക്ഷേ ഒരു ടെക്സ്റ്റ് ഉപയോഗിച്ചു പോലും ചിരിപ്പിക്കാനുള്ള സംവിധായകന്റെ കഴിവ് സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ. സിംബ എന്ന സുരാജിന്റെ പട്ടി സുരാജിന്റെ സ്കൂട്ടർ കണ്ടാണ് അവരുടെ വീട്ടിലേക്ക് ഓടിയെത്തുന്നത്. ബീഗിൽ എന്നാണ് ആ ബ്രീഡിന്റെ പേര്. എന്നാൽ സിംബ വീട്ടിലേക്ക് വരുമ്പോൾ ദേ വരുന്നു ബിഗിൽ എന്നാണ് അളിയൻ പറയുന്നത്. അതും ചിരിക്കാൻ വക നൽകിയൊരു ഡീറ്റെയിലിംഗ് ആയിരുന്നു. മറ്റൊരു ഡീറ്റെയിലിംഗ്, കണ്ണേറ് തട്ടാതിരിക്കാൻ സൈജി ഗ്രൂപ്പ് അവരുടെ വീട്ടുവളപ്പിൽ ഒരു നോക്കുകുത്തി വെക്കുന്നുണ്ട്. ആ നോക്കുകുത്തിയുടെ തലഭാഗത്തുള്ള ചട്ടിയിൽ രണ്ട് ഭാഗത്തും മുഖം വരച്ചിട്ടുണ്ട്. അപ്പുറത്തെ ബേബി ജീനിന്റെ വീട്ടിലേക്കും സൈജി ഗ്രൂപ്പിന്റെ വീട്ടിലേക്കും ഒരുപോലെ നോക്കുന്ന രീതിയിലാണ് ആ നോക്കുകുത്തി വെക്കുന്നത്. രണ്ടിടത്തും സംഭവങ്ങൾ മാറി മാറി നടക്കുന്നുണ്ട്. രണ്ടു വീട്ടിലുള്ളവരും പരസ്പരം നിരീക്ഷിക്കുന്നുമുണ്ട്. അതിനെയാണ് ആ നോക്കുകുത്തിയുടെ രണ്ട് മുഖങ്ങളും സൂചിപ്പിക്കുന്നത്. ChatGPTയെ ഡീറ്റെയിൽ ആയി ഉപയോഗിച്ച സിനിമയാണ് മോഹിനിയാട്ടം. തുടക്കത്തിൽ ശവം എങ്ങനെ മറവ് ചെയ്യാമെന്ന് അരുൺ ഘോഷ് ചോദിക്കുമ്പോൾ പോടാ മയിലെ എന്ന് റീപ്ലൈ കൊടുത്തത് രസകരമായൊരു ഡീറ്റെയിലിംഗ് ആയിരുന്നു. ആദ്യ പാർട്ടിൽ അവൻ സീനിയർ സുഭാഷിനെ വിളിക്കുന്ന വാക്കാണത്. അതുതന്നെയാണ് അവനെയും ChatGPT വിളിക്കുന്നത്. വിനയ് ഫോർട്ടിന്റെ കഥാപാത്രവും ChatGPT ഉപയോഗിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഒരാൾക്ക് രണ്ട് സ്ത്രീകളിൽ ഒരേപോലെയുള്ള കുട്ടികൾ ഉണ്ടാകുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അതിന് മറുപടിയായി കുഞ്ഞിക്കൂനലിലെ വാസുവിന്റെ മീമാണ് ChatGPT കൊടുക്കുന്നത്. യെസ് ഹീ ക്യാൻ എന്ന് പറയുന്നുമുണ്ട്. അവസാനത്തിൽ കാണിക്കുന്ന കുക്കറിന്റെ കമ്പനി നെയിം ടെർമിനേറ്റർ എന്നാണ്. മരണത്തിന്റെ യന്ത്രം എന്നാണ് ടെർമിനേറ്റർ പൊതുവെ വിളിക്കപ്പെടുന്നത്. ആ പേര് കുക്കർ കമ്പനിക്ക് നൽകിയത് അടിപൊളി ബ്രില്യൻസ് ആയിരുന്നു. മാത്രമല്ല സുരാജ് തുടക്കത്തിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന അതേ കുക്കറിൽ തന്നെയാണ് പുള്ളിയെ അവസാനം വേവിക്കുന്നത്. ദൃശ്യം, ഏഴാം അറിവ്, ഡെക്സ്റ്റർ, ഹൃദയം, വേഷം തുടങ്ങി നിരവധി സിനിമകളിലെ റെഫറൻസുകൾ മോഹിനിയാട്ടത്തിലുണ്ട്. സൈജി ഗ്രൂപ്പിന് അവാർഡ് മിസ്സായ വാർത്ത നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നുള്ളതുകൊണ്ട് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും മോഹിനിയാട്ടം എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.